ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ബി.ജെ.പിയെ പേടിച്ച് അവർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരാളല്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പി കോട്ടയിൽ കയറി അടിച്ചത്. മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വാഴിച്ച അതേ കോട്ടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ യാതൊരു മടിയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കാണിച്ചില്ല. ഒരിക്കലും അംഗീകരിച്ച് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യു.പിയുടെ കാര്യത്തിൽ കനത്ത നിലപാട് സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. യോഗിക്ക് തോന്നും വിധം രാജവാഴ്ച നടത്തുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ നിയമത്തെ കാറ്റിൽ പറത്തിക്കളയുമ്പോൾ സുപ്രീം കോടതിക്ക് നോക്കി നിൽക്കാനാവില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അതിരൂക്ഷമായി പറഞ്ഞത്. യോഗിയുടെ പോലീസും ചേർന്ന് തരം താണ കളികൾ കളിക്കാനാണ് ബി.ജെ.പിയുടെ ഇരട്ട എഞ്ചിൻ തിരിക്കുന്നത്. ആ ഇരട്ട എഞ്ചിന് പൂട്ടിടുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. യു.പിയിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നുവെന്നാണ് കോടതി ഇവിടെ വ്യക്തമാക്കിയത്. സിവിൽ കേസുകളിൽ സംസ്ഥാന പോലീസ് എഫ്ഐആറുകൾ ഫയൽ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ദേബു സിംഗ്, ദീപക് സിംഗ് എന്നീ രണ്ടു പേർക്കെതിരെ സിവിൽ കേസ് ഉണ്ടായിരുന്നു. ഒരു ചെക്ക് ബൗൺസ് അതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. എന്നാൽ ഈ കേസിൽ യു.പി പോലീസ് ക്രിമിനൽ കുറ്റം ചുമത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ നോയിഡയിലെ വിചാരണ കോടതിയിൽ ഇരുവർക്കും എതിരെ IPC 406, 506, 120B എന്നീ വകുപ്പുകൾ പ്രകാരം FIR ഫയൽ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ ഇരുവരും സുപ്രീം കോടതിയിൽ എത്തുകയായിരുന്നു. ഇവിടെ യു.പി പോലീസിന് തോന്നുന്ന വിധം നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആഞ്ഞടിക്കുകയും അതോടൊപ്പം തന്നെ നോയിഡയിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കുറ്റത്തെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ചെക്ക് ബൗൺസ് ആയതുമായി ബന്ധപ്പെട്ട് സിവിൽ കേസ് നിലനിർത്തുകയുമാണ് ഉണ്ടായത്. അതായത് ഒരവസരം കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു സുപ്രീം കോടതി. കാരണം അത്തരത്തിലുള്ള ഭരണമാണ് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് യോഗി നടത്തുന്നത്. ഹോളി ആഘോഷത്തിന് ഇന്ന് വരെ കാണാത്ത തരത്തിൽ പള്ളികൾ ടാർപ്പ കൊണ്ട് മൂടിക്കെട്ടിയതും, പെരുന്നാൾ നമസ്കാരത്തിന് മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. വഖഫ് ബിൽ നിയമമായതോടെ പ്രതിഷേധക്കാർക്കെതിരെ വലിയ ആക്രമണം നടത്തിയതും നമ്മൾ കണ്ടു. കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ച് സമാധാനത്തോടെ പള്ളിയിൽ പോയി പ്രതിഷേധം നടത്തിയവരെ യോഗി ആക്രമിക്കുകയായിരുന്നു. ഇതെല്ലാം സുപ്രീം കോടതി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കിട്ടിയ അവസരത്തിൽ ചീഫ് ജസ്റ്റിസ് കയറിയങ്ങ് അടിച്ചത്. മോദിക്ക് ശേഷം യോഗി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എന്ന തരത്തിൽ വാർത്തകൾ പരക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു അടിയടിക്കുന്നത്. തീർത്തും ആവശ്യമായിരുന്ന ഒന്ന് എന്നേ പറയാനുള്ളൂ.